ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നവോത്ഥാന നായകൻ ടി കെ മാധവനാണ്. ടി കെ മാധവൻ ജനിക്കുന്നത് 1885 കാർത്തികപ്പള്ളിയിലാണ്. ഈ കാർത്തികപ്പള്ളി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പം 1885 ജനിച്ച ഒരു നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് തന്നെ വരേണ്ട ആളാണ് ടി കെ മാധവൻ. ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനത്തിൻ്റെ പിതാവ്, അതുപോലെ തന്നെ മേഘജ്യോതിഷ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ടി കെ മാധവനാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷേത്രപ്രവേശനത്തിൻ്റെ പിതാവ്. പിന്നീട് നമ്മൾ ടി കെ മാധവൻ സ്ഥാപിച്ചിട്ടുള്ള സംഘടനകളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇദ്ദേഹം സ്ഥാപിച്ചതാണ് ഈഴവ സമാജം. ഈഴവ സമാജം 1902 കാർത്തികപ്പള്ളിയിലാണ് സ്ഥാപിക്കുന്നത്. കാർത്തികപ്പള്ളിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഇദ്ദേഹം ഈഴവ സമാജം സ്ഥാപിക്കുന്നത്. അപ്പം നമ്മളോട് മാറിപ്പോകുന്ന ഒരു ഡാറ്റയാണ് ഈഴവ മഹാസഭ സ്ഥാപിക്കുന്നത് ആര്? ഈഴവ മഹാസഭ സ്ഥാപിക്കുന്നത് പൽപ്പുവും ഈഴവ സമാജം സ്ഥാപിക്കുന്നത് ടി കെ മാധവനുമാണ്. അടുത്തതായിട്ട് നമ്മൾ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള പത്രമാണ് നോക്കാൻ പോകുന്നത്. ദേശാഭിമാനി പത്രം 1915 ടി കെ മാധവനാണ് ആരംഭിക്കുന്നത്. കൊല്ലത്ത് നിന്നാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പത്രാധിപനാണ് ടി കെ നാരായണൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് നമ്മൾ കാണുന്ന ദിനപത്രമായ ദേശാഭിമാനി ഇദ്ദേഹം സ്ഥാപിച്ചതാണോ എന്ന്. അപ്പം ഇന്ന് കാണുന്ന ദേശാഭിമാനി 1942 സ്ഥാപിക്കുന്നത്. ഇത് അതിനു മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള ഒരു പത്രമാണ്. സെയിം പേര് തന്നെയാണ് ദേശാഭിമാനി. 1915 ഇദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ മതമാണ് എൻ്റെ മതം എന്നുള്ളത്. അപ്പം ഇന്ത്യയുടെ രാഷ്ട്രീയ മതമാണ് എൻ്റെ മതം എന്നുള്ളത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ടി കെ മാധവനെയാണ് ഓർക്കേണ്ടത്. പിന്നീട് നമ്മൾ ഇദ്ദേഹം പങ്കെടുത്ത സമരങ്ങൾ അഥവാ നേതൃത്വം നൽകിയ സമരങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് നായർ ഈഴവ കലാപം. നായർ ഈഴവ കലാപം നടക്കുന്നത് 1905 കൊല്ലം പറവൂർ ഏരിയയിലാണ്. അപ്പം അതിൽ ഗുരുവിൻ്റെ മധ്യസ്ഥതയൊക്കെ അതിൽ ഈ ഒരു കലാപത്തിൻ്റെ ഒരു പാർട്ടാണ്. ഈ കലാപം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈഴവരായിട്ടുള്ള 2 കുട്ടികളുടെ സ്കൂൾ കയറ്റാൻ വേണ്ടിയിട്ട് ടി കെ മാധവൻ ശ്രമിക്കുന്നതൊക്കെയാണ്. അപ്പം അതെന്താണ്, അവിടുത്തെ സവർണർ സമ്മതിക്കാതെ വരികയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാപമാണിത്. പിന്നീട് അടുത്ത ഒരു പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. ഇത് 1919 മുതൽ 22 വരെയാണ് പൗരസമത്വ പ്രക്ഷോഭം നടക്കുന്നത്. ഈ പൗരസമത്വവാദത്തിലൂടെ എന്താണ്, തിരുവിതാംകൂറിൽ എല്ലാവരും ജാതിഭേദമന്യേ എല്ലാവരെയും ഒരേ പൗരന്മാരായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പ്രക്ഷോഭമാണ് ഈ പൗരസമത്വവാദം. അപ്പം ഇത് 1919 മുതൽ 22 വരെയാണ് നടക്കുന്നത്. ഇതിലെ പ്രധാന നേതാക്കളാണ് ടി കെ മാധവൻ, എ ജെ ജോൺ, എൻ വി ജോസഫ് തുടങ്ങിയവർ. ഈ ഒരു പൗരസമത്വവാദത്തെ പിന്തുണച്ചിട്ടുള്ള ഒരു പത്രമാണ് സ്വരാട്. സ്വരാട് എന്ന് പറയുന്നത് എ ജെ പിള്ളയുടെ പത്രമാണ്. അപ്പം ഈ സ്വരാജ് എന്ന് നമ്മൾ കൺഫ്യൂഷൻ ആവരുത്, സ്വരാജ് അല്ല, സ്വരാടാണ്. ഇനി ഇ കെ മാധവൻ പങ്കെടുത്തിട്ടുള്ള മറ്റൊരു പ്രക്ഷോഭമാണ് മദ്യവർജന പ്രക്ഷോഭം. പിന്നീട് നമ്മൾ ടി കെ മാധവനും ശ്രീമൂലം പ്രജാസഭയുമായി ബന്ധപ്പെട്ട 2 ഡാറ്റയാണ് പഠിക്കുന്നത്. ഇദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിൽ സെലക്ട് ചെയ്യുന്നത് 1918 1921 ആദ്യമായിട്ടപ്പോൾ സെലക്ട് ചെയ്യുന്നത് എന്നാണ് 1918 പിന്നീട് വീണ്ടും 1921 സെലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഈ ഒരു ശ്രീമൂലം പ്രജാസഭയിൽ എന്താണ്, ക്ഷേത്രപ്രവേശന പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ശ്രീമൂലം പ്രജാസഭയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. പിന്നീട് നമ്മൾ ടി കെ മാധവനുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളാണ് പഠിക്കുന്നത്. പൽപ്പുവിൻ്റെ ബയോഗ്രഫി എഴുതിയതാരാണ്? ടി കെ മാധവനാണ്. ഇദ്ദേഹത്തിൻ്റെ, അതായത് ടി കെ മാധവൻ്റെ ബയോഗ്രഫി ഉണ്ട്. അതിൻ്റെ പേര് എന്ന് പറയുന്നത് എൻ്റെ ജയിൽവാസമാണ്. അപ്പം എൻ്റെ ജയിൽവാസം ആരുടെ ബയോഗ്രഫിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ടി കെ മാധവൻ്റെതാണ്. പിന്നീട് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രസിദ്ധമായ ആർട്ടിക്കിളാണ് പൗരസമത്വവാദം. 1918 ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ പേരെന്താണ്? പൗരസമത്വവാദം. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മറ്റ് 2 ബുക്കുകളാണ് ക്ഷേത്രപ്രവേശനം, അതുപോലെ തന്നെ ഹരിദാസി. പിന്നീട് പണ്ഡിറ്റ് കറുപ്പൻ ടി കെ മാധവനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ചരമഗതം. അപ്പോൾ ചരമഗതം എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ്, പക്ഷേ അതിലെ മെയിൻ തീം എന്ന് പറയുന്നത് ടി കെ മാധവനാണ്. പിന്നീട് നമ്മൾ ശ്രീനാരായണ ഗുരുവും ടി കെ മാധവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ഡാറ്റയാണ്. അദ്ദേഹം ശാരദാ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നുണ്ട്. 1912 ശാരദാ പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുവാണ് ഈ ശാരദാ പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പം അതിൽ പങ്കെടുത്തതാണ് ടി കെ മാധവൻ പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് SNDPയിൽ എന്താണ്, 1927 ഇദ്ദേഹം സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്.
പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണമാണ് നോക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സ്മാരകം എവിടെയാണെന്ന് പഠിക്കുന്നുണ്ട്. ചെട്ടികുളങ്ങരയാണ് ഇദ്ദേഹത്തിൻ്റെ സ്മാരകം. മെമ്മോറിയൽ കോളേജ് നങ്ങ്യാർ കുളങ്ങര, ആലപ്പുഴയിലെ നങ്ങ്യാർ കുളങ്ങരയിലാണ് ഇദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ കോളേജ് ഉള്ളത്. പിന്നീട് ടി.കെ. മാധവനുമായിട്ട് ബന്ധപ്പെട്ട വൈക്കം സത്യാഗ്രഹം, അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകളാണ് പഠിക്കുന്നത്. ഇദ്ദേഹം 1921 ഗാന്ധിജിയെ തിരുനെൽവേലിയിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. പിന്നീട് 1923 കാക്കിനാടയിൽ വെച്ചിട്ട് ഐത്തോച്ചാടനം എന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് 1924 വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ലീഡറാണ് ആര്? ടി.കെ. മാധവൻ. പിന്നീട് ഇദ്ദേഹം ഡൽഹിയിലെ ആര്യ സമാജത്ത് പോയിട്ട് കേരളത്തിലെ ഐത്തം എന്നുള്ള ഒരു പ്രഭാഷണം ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ടി.കെ. മാധവനെ കുറിച്ച് പഠിക്കുന്നത്.